അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഉമ്മാനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇരിക്കുന്ന OP എവിടെയെന്ന് റൂം എവിടെയെന്ന് തിരഞ്ഞുകൊണ്ട് പോവുകയാണ് ഞാൻ, ബുക്കൊക്കെ എടുത്തിട്ട്. അപ്പോൾ എഴുതി തന്നിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല, ഇനി റെസ്റ്റൊക്കെ എടുത്താൽ മതി, നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ തിരഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇനി മറ്റേപോലെ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഡോക്ടർ ഇങ്ങോട്ട് വന്നോളും. ആരാ നിങ്ങളടുത്ത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെയുള്ള വയ്യാത്ത പേഷ്യൻറ്റിനൊന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട, വീട്ടിൽ വന്നിട്ട് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെ ഞാനത് തിരഞ്ഞ് നിങ്ങളെ പോയി കണ്ടു. ബുക്കൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഉള്ള OP. ഇത് ആ റൂമിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടോക്കന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ പേഷ്യൻ്റ് ഉണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. കുറേ പേഷ്യൻ്റ് വന്നിരിപ്പുണ്ട്. ഒക്കെ അവർ ഈ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞ് നോക്കുക, കുറച്ച് ടോക്കൺസൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് നോക്കട്ടോ, ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മയുടെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കാണ്, അടുത്ത ബെഡിലുള്ള ആളേനെ ഇത് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ അയിത്താനും ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ് കോഴിക്കോട്ടുനിന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നു. ഉമ്മ കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിച്ചു, ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്ന് എണീറ്റ് ഒറ്റയ്ക്ക് ഇറങ്ങരുത് ബെഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളമ്മച്ചിതാ കുറേയൊക്കെ സമാധാനമായിട്ടോ. കുറേ പേര് ഡിസ്ചാർജ് ആയി പോണു, ബെഡൊക്കെ കാലിയാണ്. ഇനി ഞങ്ങൾ വേറൊരു ടൈം മാത്രമേ. പിന്നെ ആ കാണുന്ന ബെഡിൽ വന്ന് അവരുണ്ട്, അവരൊന്ന് ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞ്. അപ്പോൾ അവരുടെ ഇത്താൻ്റെ ജ്യേഷ്ഠത്തിക്ക് സുഖമില്ലാണ്ട്, ഷുഗറും ഒക്കെ ആയിട്ട് കുറേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. ഒക്കെ ബെഡൊക്കെ കാലിയാണ്. ഇവരൊന്ന് ഡിസ്ചാർജ് ആവാണ്. ഒരു കാറ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്, പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാലിയായിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളാണുള്ളത്. ഞങ്ങൾക്ക് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ കുട്ടികളവിടെ ഒറ്റയ്ക്കാണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോകാൻ പറ്റുമെന്ന് വെച്ചു. വേറൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, വീട്ടിലോട്ടല്ല, ആദ്യം നിന്നീന്ന് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ പോവാം, ഈ സൈക്കാട്രിസ്റ്റിനെ കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാട്ടോ പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് കൊണ്ടുപോയി കാണിച്ചോളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഉച്ചയ്ക്ക് വന്നിട്ടോ നോക്കി, കുഴപ്പമൊന്നുമില്ല. മരുന്ന് ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ മരുന്നും ഈ മരുന്നും കൂടി രണ്ടും കൂടി വെച്ചാവില്ല. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇനി മെഡിസിൻ മാറ്റി എഴുതണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെയും ഗുളിക കഴിക്കാൻ പോവല്ലേ, അപ്പോൾ മെഡിസിൻ്റെ മുകളിൽ നിർത്തുകയാണ്. അപ്പോൾ ഒരുപാട് 10-14 ഗുളികകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ആദ്യം കഴിച്ചിരുന്ന മരുന്നും ഇപ്പം ഇനി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും കൂട്ടിയിട്ട് ഡിഫറൻസ് നോക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ അതിനാണ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എന്നോട് ഇവിടെ കാണിക്കണം എന്ന് പറഞ്ഞു. മരുന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെയാണ് മരുന്ന് എഴുതി ചേഞ്ച് ചെയ്തു കാണിച്ച്. ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു.